ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചരിഞ്ഞ പ്രതലങ്ങൾ അഥവാ ഇപ്പം ബുക്ക് പേജുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബിൽ ബോർഡ് മോക്കപ്പുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ വോൾ ഫ്രെയിമുകൾ ഇങ്ങനെയുള്ള ഫ്രെയിമുകളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് എങ്ങനെ ചേർക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബിൽ ബോർഡ് മോക്കപ്പാണ്. അത് ഓപ്പൺ ചെയ്ത് വെക്കുക. അടുത്തത് ഏതാണോ ഇമേജ് നമ്മൾ ചേർക്കേണ്ടത് അതെന്ത് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ചേർക്കേണ്ട ഇമേജിനെ എന്ത് ചെയ്യണം, കോപ്പി ചെയ്ത് വെക്കണം. ആ കോപ്പി ചെയ്ത് വെക്കാനായിട്ട് ഫുൾ സെലക്ഷൻ ചെയ്യുക. റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് സെലക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ Ctrl+A കൊടുത്താലും മതിയാകും, ഫുള്ള് സെലക്ഷൻ ആകും. സെലക്ഷൻ ആക്കിയ ശേഷം എന്ത് ചെയ്യുക, Ctrl+C കൊടുക്കുക കോപ്പി ചെയ്യാനായിട്ട്. കോപ്പി ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പുറത്തെ പേജിലേക്ക് വരിക. അതവിടെ തന്നെ കിടന്നോട്ടെ. ഇപ്പുറത്തെ പേജ് വന്ന ശേഷം അടുത്ത സ്റ്റെപ്പ് പുതിയ ലെയർ ഇടുക എന്നുള്ളതാണ്. പുതിയ ലെയർ ഇട്ട ശേഷം എന്ത് ചെയ്യുക, ഫിൽറ്ററിനകത്ത് പോവുക, വാനിഷിംഗ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. വാനിഷിംഗ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് തന്നെ ഇതാണ് നമ്മൾ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്ലെയിൻ വരച്ച് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും, ഇതായിരിക്കും കിടക്കുന്നത്. നിങ്ങൾ നേരത്തെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ഷനായി കിടക്കത്തില്ല. അപ്പോൾ ഇത് ഓൺ ആണോ എന്ന് നോക്കിയിരിക്കുക. ഇത് എടുത്ത ശേഷം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ക്രോസ് ഹെയർ പോലെ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ സൂമിൻ ചെയ്യുക. സൂമിൻ ചെയ്യാനായിട്ട് ഇവിടെ പ്ലസ് കൊടുത്തിട്ട് സൂമിൻ ചെയ്യാൻ നോക്കുക. സൂമിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, മൗസിലെ സ്ക്രോൾ ബട്ടണൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പോയിൻ്റ് കാണിച്ചു കൊടുക്കാം. മേലോട്ടും താഴോട്ടൊക്കെ വരുത്താൻ പറ്റും. താഴോട്ട് പോകണമെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് കാണിച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത ഇമേജ് ഏതാണോ അതിനെ പേസ്റ്റ് ചെയ്യണം. അതിന് Ctrl+V കൊടുക്കുക. മറ്റേ നമ്മൾ ചെയ്ത ഇമേജ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇമേജ് ഏതാണോ അത് കാണിക്കാനായിട്ട് ഞാൻ സൂം ഔട്ട് ചെയ്തേക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വെറുതെ അതായത് സെലക്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ഇങ്ങനെ ചുമ്മാ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ പ്ലെയിനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലുന്നതായിട്ട് കാണാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് വലുതായിട്ട് അവിടെ കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതാക്കാനായിട്ട് Ctrl+T യൂസ് ചെയ്യുക. Ctrl+T യൂസ് ചെയ്യാൻ നേരം എന്ത് ചെയ്യും, ഈ ഒരു കോർണർ ബട്ടൺ കാണും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ വലുതാകും, ചെറുതാകുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇമേജ് എന്ത് ചെയ്യും, ഇപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മാറും, കണ്ടോ. അതപ്പോൾ വലിയുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് തന്നെ വലിക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് സൈസ് അല്ല ഇതിൻ്റെ ഇമേജിൽ. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സൈസുള്ള ഇമേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്രെയിമിനെ നമുക്ക് വേണമെങ്കിൽ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം ഈ ഇമേജിന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് നമ്മൾ ഈ ലെയറിൻ്റെ അവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ട്. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതിയാകും. ഇവിടെ റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ. അതിനകത്ത് എന്ത് ചെയ്യുക, ഈ അണ്ടർലൈങ് ലെയർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ കിടക്കുന്ന ലെയറുമായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനായിട്ടൊരു കോപ്പി ചെയ്യുകയാണ്. ഈ ഒരു എഫക്റ്റ് ഉണ്ട്, ഇത് ഡാർക്കും കിടപ്പുണ്ട്, ഇവിടെ വൈറ്റും കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വൈറ്റിനെ ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്, ഒരു ലൈറ്റും കൂടെ. അതിനുവേണ്ടി ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ പിടിച്ച് വലിച്ച് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ലൈൻ എന്ത് ചെയ്യും, വെളിയിലേക്ക് ഇറങ്ങുന്നതാണ് ആ ഒരു ലൈറ്റ്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടിയിൽ കിടക്കുന്ന ലൈറ്റ്, അതായത് ഇതിനടിയിൽ എന്താണോ കിടക്കുന്നത് ആ ഒരു വെട്ടം കൂടെ എന്ത് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ കുറച്ചുകൂടെ നാച്ചുറാലിറ്റി ഫീലിംഗ് നമുക്കവിടെ വരും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.